അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് അമ്പലത്തിൽ പോയല്ലോ. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് വീട് കഴിഞ്ഞാൽ ആകെ ഇഷ്ടമുള്ളൊരു സ്ഥലം അമ്പലമാണ്. അതും ഒരു ശിവക്ഷേത്രമാണ്. നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. അവിടെ പോകുമ്പോൾ തന്നെ ഒരു നല്ല പോസിറ്റീവ് വൈബാണ് നമുക്ക്. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ വെയിലൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടന്ന് അവിടെ എത്തി. പിന്നെ അമ്പലത്തിൽ കയറി തൊഴുതു. തിരിച്ചും അതുപോലെ നടന്നാണ് ഞാൻ പോയത്. വണ്ടി ഉണ്ടായിരുന്നു, എടുത്തില്ല. പിന്നെ വീട്ടിൽ പോയിട്ട് നമുക്ക് കുറച്ചധികം പണിയുണ്ട്. കാരണം നമ്മളിന്ന് തിരിച്ച് കോളേജിൽ പോവാണ്. പാക്കിങ് ഇതുവരെ ചെയ്തില്ല. ഒരു വട്ടം ടിക്കറ്റ് ബുക്ക് ചെയ്ത് ക്യാൻസലൊക്കെ ചെയ്ത് പോകാൻ തന്നെ ഒരു മൂടില്ല. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാപ്പ് അവിടെ വയ്ക്കുന്നു ഓർത്തു. പിന്നെ അതൊക്കെ ആക്കി ഇവളെ കാണാൻ പോയി. പോവാട്ടോ. തരും ഉറക്കത്തുനിന്ന് എഴുന്നേറ്റുള്ള ഇരിപ്പാ. പിന്നെ കുറേ സങ്കടം കേൾക്കാണ്ടായിരുന്നു. പിന്നെ ഒരു ഉമ്മയൊക്കെ വാങ്ങി ഞാൻ വേഗം ഇറങ്ങി. പിന്നെ ഞങ്ങളങ്ങനെ പപ്പയായിരുന്നു എന്നെ കൊണ്ടുവന്നാക്കിയത്. പിന്നെ ഫുഡ് മേടിക്കാൻ നിന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് മിഠായി മേടിച്ചു. അതും വാങ്ങി കൈ പിടിച്ചുകൊണ്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട്, മടി തീരെ ഇല്ലാത്തതുകൊണ്ടേ. പിന്നെ അവിടുത്തെ അവളെ കണ്ടു. കുറച്ച് നേരം നിന്നപ്പോഴത്തേന് ട്രെയിൻ വന്നു. ട്രെയിനടുത്ത് അകത്ത് നമ്മുടെ വേറൊരു മുതലുണ്ട്, ഇവള്. അവളെയും കണ്ട് സീറ്റിലേക്ക് ഇരുന്ന് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിരുന്നു. പിന്നൊരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഈ സ്ഥലം കണ്ടു. ഇത് കാണുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നത് കോയമ്പത്തൂർ എത്തിയെന്ന്. എൻ്റെ അടയാളമാണത്. പിന്നെ കോയമ്പത്തൂർ കുറച്ച് കഴിഞ്ഞത് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. ചോറും ബിരിയാണിയും എന്തൊക്കെയും ഉണ്ടായിരുന്നു. ഒടുക്കത്തെ ചൂടായിരുന്നു. ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ എന്നെ വണ്ടിയൊക്കെ നിർത്തിയപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി. അതിൻ്റെ ഇടയിൽ ഒരു 4-5 തവണ മുഖം കഴുകലൊക്കെ കഴിഞ്ഞ് ചൂട് സഹിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഇറങ്ങിയപ്പോൾ കുറച്ച് പേരക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ച് ഒന്നും കൂടി ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്ഥലമെത്തി. പിന്നെ എല്ലാം സെറ്റാക്കി വെച്ച് ഇറങ്ങാനുള്ള കാത്തിരിപ്പായിരുന്നു. ഇറങ്ങിയത് നേരെ ഒരു ബേക്കറിക്ക് പോയി. പിന്നെ അവിടെ നിന്ന് എന്ത് കഴിക്കാമെന്ന് ഓർത്തു. പിന്നെ എനിക്ക് തന്നെ തീരെ വിശപ്പില്ലാത്തതുകൊണ്ട് അവർ പപ്സും വാങ്ങി കഴിച്ചു. പിന്നെ ഞങ്ങൾ 3 അവിൽ മിൽക്ക് പറഞ്ഞു. ഞാൻ അവിൽ മിൽക്ക് മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം തുടങ്ങിയ ചിരിയാണ്. പിന്നെ ഞങ്ങൾ റൂം എത്തണ വരെ ചിരിയായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഫസ്റ്റ് കയറിയ ഓട്ടോ ഒന്ന് ഞങ്ങൾക്ക് പകുതിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ആ വണ്ടിയുടെ ഗ്യാസ് എന്തോ ലീക്കായിരുന്നു, എന്തൊക്കെയോ പറഞ്ഞു. നടു റൂട്ടിൽ അങ്ങോട്ട് ഇറങ്ങി. പിന്നെയുള്ള ഊബറൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി അവസാനം ഒരു വണ്ടി കിട്ടി. കുറേ കഷ്ടപ്പാടും എല്ലാത്തിനും ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റലെത്തി. അവിടെ എത്തിയപ്പോണ്ട് ഗ്രില്ലൊക്കെ പൂട്ടി. പിന്നെ ആളെല്ലാം വിളിച്ച് ഗ്രില്ലൊക്കെ തുറന്ന് ഫൈനലി ഞങ്ങൾ റൂമിലെത്തി ഗായ്സ്. അപ്പോൾ ടാറ്റ.